തനിക്കെതിരായ ലൈംഗിക പീഡന ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നടൻ ബാബുരാജ്. പണം വാങ്ങിയ ശേഷം നടത്തുന്ന ആരോപണമാണ്. ഇവരുടെ അക്കൗണ്ട് പരിശോധിക്കണം. AMMA ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആരോപണത്തിന് പിന്നിൽ. 2019 ആലുവയിലെ വീട്ടിൽ താമസമില്ല. നിയമപരമായി മുന്നോട്ടു പോകുമെന്നും ബാബുരാജ് പറഞ്ഞു. അപ്പോൾ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ്. ഇതൊക്കെ ഭയങ്കര ടാർഗറ്റഡ് ആണ് ഇപ്പോ എല്ലാം. എന്തെല്ലാം ആരോപണങ്ങൾ, ഇതൊക്കെ പൈസ വാങ്ങിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇന്ന് കാലത്ത് നമുക്കത് അറിയാൻ പറ്റിയ കാര്യങ്ങളാണ്. ഇതിന്റെ പുറകിൽ ഭയങ്കരമായ കളി നടക്കുന്നുണ്ടെന്നുള്ളത്. ലക്ഷ്യം വെച്ചാൽ ചിലപ്പോ ഈ സെക്രട്ടറി സ്ഥാനത്ത് ഇനി അടുത്ത ആൾ പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണല്ലോ. എന്തായാലും നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. സൈഫുന്നിസ അലിയാർ നൽകും കൂടുതൽ വിവരങ്ങൾ. സൈഫുന്നിസ അലിയാർ, ബാബുരാജിനെതിരെ ഉയർന്നിരിക്കുന്നത് ഒരു പീഡന ആരോപണമാണ്. ആ പീഡനം നടന്നത് കൊച്ചിയിൽ വെച്ചാണ് എന്നാണ് വെളിപ്പെടുത്തിയ ജൂനിയർ ആർട്ടിസ്റ്റ് പറയുന്നത്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ബാബുരാജിന് എന്താണ് പറയാനുള്ളത്? സുജയ പാർവതി, ബാബുരാജ് ഇക്കാര്യം തീർത്തും നിഷേധിക്കുകയാണ്. ബാബുരാജ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അമ്മയിൽ അംഗത്വം എടുത്ത ശേഷം, അമ്മയുടെ ഭാരവാഹിത്വം എടുത്ത ശേഷം താൻ അമ്മയിൽ നൽകിയിരിക്കുന്ന അഡ്രസ്സും AMMA സംഘടനയിൽ നൽകിയിരിക്കുന്ന അഡ്രസ്സും മറ്റ് തന്റെ വ്യക്തിപരമായ മറ്റു പല ആവശ്യങ്ങൾക്ക് നൽകിയിരിക്കുന്ന അഡ്രസ്സും മൂന്നാറിലെ തന്റെ വീട്ടിലേതാണ്. മൂന്നാറാണ് തന്റെ അഡ്രസ്സ്. ഇങ്ങനെ ആലുവയിൽ ഒരു വീട്ടിൽ താൻ താമസിച്ചിട്ട് വർഷങ്ങളായി. 2019 പോലും ഈ 2017 പ്രളയത്തിന് ശേഷം ഈ വീട് നശിച്ചിരുന്നു. വീടിന്റെ വാതിലടക്കം പോയിരുന്നു. പൈപ്പ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ടുപോയി. അതിനുശേഷം വീട് വാസയോഗ്യമായിരുന്നില്ല. 2019 ഈ വീട്ടിൽ താൻ താമസിച്ചിരുന്നില്ല. വീട് താമസിക്കാനാവുന്ന ഒരു അവസ്ഥയിലുമായിരുന്നില്ല. 2020 കോവിഡ് വന്ന ശേഷമാണ് ഈ വീട് വൃത്തിയാക്കുകയും വീട്ടിൽ മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തിയ ശേഷവും താൻ താമസിച്ചിരുന്നത്. ഈ ആരോപണം ഉന്നയിക്കുന്നത് 2019 ഈ സമയത്ത് താൻ അവിടെ താമസിച്ചിട്ടില്ല. ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്നത് മറ്റു പല കാര്യങ്ങളും ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പലരുടെ നിന്നും പണം വാങ്ങി നടത്തുന്ന ആരോപണമാണ്. ഈ ആരോപണം ഉന്നയിച്ച ആളുടെ അക്കൗണ്ട് പരിശോധിക്കണം. ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖ് രാജിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജിനാണ് ജനറൽ സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി നൽകിയിരിക്കുന്നത്. ഈ സ്ഥാനത്ത് ഇനി മറ്റാരും വരരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ആരോപണമാണ്. തനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഇത്തരം ഒരു ആരോപണം വരുമെന്നുള്ളത്. ഇതിന് പിന്നിൽ ആരാണെന്ന് അറിയാം. അത് അടുത്ത ദിവസങ്ങളിൽ താൻ പറയുകയും ചെയ്യും. എന്തായാലും നിയമപരമായി ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള അടിസ്ഥാനവുമുള്ള ആരോപണങ്ങളല്ല തനിക്കെതിരെ ഉയർന്നിരിക്കുന്നതെന്നാണ് ബാബുരാജ് പറഞ്ഞത്. നിലവിൽ ബാബുരാജ് കേരളത്തിന് പുറത്താണ്. തിരിച്ചെത്തിയ ശേഷം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാമെന്നാണ് ബാബുരാജ് പറയുന്നത്. സുജയ. സൈഫുന്നിസ അലിയാറാണ് വിവരങ്ങൾ നൽകിയത്.